ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകരാക്രമണം. ബിജാപൂരിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെയാണ് ഭീകരർ IED സ്ഫോടനം നടത്തിയത്. ആക്രമണത്തിൽ 9 ജവാന്മാർക്ക് വീരമൃത്യു. ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായ് വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിലാണ് ഡ്രൈവർ ഉൾപ്പെടെ ജില്ലാ റിസർവ് ഗാർഡിലെ 9 ജവാന്മാർ വീരമൃത്യു വരിച്ചത്. നാരായൺപൂർ മേഖലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംയുക്ത പരിശോധന നടത്തി മടങ്ങുകയായിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെയാണ് സ്ഫോടനമുണ്ടായത്. വാഹനത്തിൽ 20 സൈനികർ ഉണ്ടായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മേഖലയിൽ പരിശോധന നടത്തുകയാണെന്നും നാരായൺപൂർ മേഖലയിലെ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചെന്നും ബസ്തർ IG P സുന്ദർരാജ് അറിയിച്ചു. तत्पश्चात जो पूरा सर्चिंग के बाद टीम वापस आ रहे थे, इस दौरान जिला बीजापुर की थाना बेदरे कुट्टू के बीच अम्बेली के इलाके में माओवादी द्वारा लाया गया IED के चपेट मारने से हमारा सुरक्षा बल की एक गाड़ी जिसमें टोटल 8 जवानों को शहादत होगी DIG दंतेवाड़ा टीम का, और एक ड्राइवर। कुल 9 लोग की इस घटना में कैजुअल्टी होगी। अभी आसपास इलाके में रीइंफोर्समेंट टीम द्वारा सहायता के लिए पहुंच गई थी। अभी सर्चिंग जारी है। सर्चिंग उपरांत और डिटेल से जानकारी प्राप्त हो सकता है. കഴിഞ്ഞ 3 ദിവസമായി നാരായൺപൂർ, ദന്തേവാഡ, ബീജാപൂർ മേഖലകളിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി വിവിധ സുരക്ഷാ ഏജൻസികൾ സംയുക്ത പരിശോധന നടത്തിവരികയാണ്. बीजापुर से ये एक नक्सलियों की कायराना हरकत की जानकारी आई है। सभी नौजवानों के प्रति मैं अपनी विनम्र श्रद्धांजलि अर्पित करता हूं। ये नक्सलियों की कायराना हरकत है। जिस प्रकार से सुरक्षा बल के जवान अंदर घुसकर नक्सल मुक्त करने की दिशा में काम कर रहे हैं, ये हताशा में, निराशा में की गई कार्रवाई है। इन जवानों की शहादत जाया नहीं जाएगी और बहुत जल्दी छत्तीसगढ़ बस्तर नक्सल मुक्त होगा. കഴിഞ്ഞ മാസം കാങ്കർ മേഖലയിലെ ഏറ്റുമുട്ടലിൽ 5 ഭീകരരെ വധിച്ച് വൻ ആയുധശേഖരം പിടിച്ചെടുത്തിരുന്നു. ജനം, ഡൽഹി.